കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ തുടരന്വേഷണത്തിനായി 10 പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ മേൽനോട്ടത്തിലാണ് പ്രത്യേക സംഘം. എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം കേസിൽ പ്രധാന പ്രതി നിതീഷ്, കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ എന്നിവരെ ഇന്നലെ രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു. മോഷണ ശ്രമത്തിനിടെ കാലൊടിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന വിഷ്ണുവിനെ കൂടി ചോദ്യം ചെയ്താലേ കേസിൽ കൂടുതൽ വ്യക്തത വരൂ. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യ പ്രതി നിതീഷിനെ ചോദ്യം ചെയ്തിരുന്നു. നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സാഗ്ര ജംഗ്ഷനിലെ വീടും വിജയനെ കൊലപ്പെടുത്തിയ കക്കാട്ടുകടയിലെ വീടും DIGയും സംഘവും പരിശോധിച്ച ശേഷമാണ് മടങ്ങിയത്. കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ DIG വിജയൻ്റേത് എന്ന് കരുതുന്ന മൃതദേഹം കുഴിച്ചിട്ട മുറി ഉൾപ്പെടെ പരിശോധിച്ചു. തുടർന്നാണ് 8 വർഷങ്ങൾക്ക് മുമ്പ് വിജയന്റെ മകൾക്കുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സാഗ്ര ജംഗ്ഷനിലെ വീട്ടിലും DIG എത്തിയത്. കന്നുകാലി തൊഴുത്തിനു പുറമെ ഇവിടെയുള്ള വീടിനുള്ളിലും പരിശോധന നടത്തി. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി നിതീഷിനെയും പുട്ട വിമലാദിത്യ ചോദ്യം ചെയ്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. SP നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വ്യക്തമായൊരു ഓരോ ദിവസം ഓരോ മൊഴി മാറ്റി പറയുന്നുണ്ടല്ലോ, പ്രതി ഇങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ഒരു വ്യക്തത നമുക്ക് വരുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ലേഡിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആയിട്ടില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമപ്രവർത്തകരെ നമ്മൾ അറിയിക്കാം. കുട്ടിയുടെ ബോഡിക്കുള്ള തെരച്ചിൽ തുടരുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കന്നുകാലിക്കൂട്ടിൽ കുഴിച്ചിട്ട ജഡം സ്ഥലം വിറ്റപ്പോൾ പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞുവെന്നും ബാക്കി അവശിഷ്ടങ്ങൾ പുഴയിൽ ഒഴുക്കിയെന്നുമാണ് പ്രതി മുൻപ് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നാണ് സൂചന. DIGക്ക് പുറമെ ഇടുക്കി SP TK വിഷ്ണുപ്രദീപ്, DYSP PV ബേബി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. നിതീഷും കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ച ശേഷമാണ് കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B++ grade. Join JPM. Excel on a campus with quest for quality.